ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ കുറച്ച് മാത്സ് PYQs ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 12ൻ്റെ ഗുണിതമേത്? അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന സംഖ്യകളിൽ നമുക്ക് 12ൻ്റെ ഗുണിതം എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മൾ ഡിവിസിബിലിറ്റി റൂളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 12ൻ്റെ ഗുണിതം ചെക്ക് ചെയ്യാനായിട്ട് നമുക്കറിയാം. 12ൻ്റെ ഗുണിതം എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുന്നതിന് 4ൻ്റെയും 3ൻ്റെയും ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അറ്റ് എ ടൈം 4ൻ്റെയും 3ൻ്റെയും ഗുണിതമാണെങ്കിൽ ആ തന്നിരിക്കുന്ന സംഖ്യ 12ൻ്റെ ഗുണിതമായിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് 46, 72. അപ്പം 3ൻ്റെയും 4ൻ്റെയും ഗുണിതമാണ് എങ്കിൽ 12ൻ്റെ ഗുണിതമാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് 3ൻ്റെ ഗുണിതമാണോ എന്നുള്ളതാണ്. 3ൻ്റെ ഗുണിതം ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഈ തന്നിരിക്കുന്ന സംഖ്യയിലെ എല്ലാ ഡിജിറ്റ്സും തമ്മിൽ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു നമ്പർ 3ൻ്റെ ഗുണിതമാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 4672 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ ചെക്ക് ചെയ്യാണ്. 4 + 6 + 7 + 2 ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 6 4 10, 7 17, 2 19. 19 എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷനിലോട്ട് പോവാം. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3248 എന്നതാണ്. 3248 ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഓരോ ഡിജിറ്റ്സും ആഡ് ചെയ്ത് നോക്കാം. 3 + 2 + 4 + 8. 8 2 10, 4 14, 3 17. 17 എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബിയും ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. 3924 ഇതിൻ്റെ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 3 + 9 + 2 + 4 എന്ന് കിട്ടും. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 24 എന്നാണ്. 24 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ? 3ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈ സംഖ്യ എന്നുള്ളത് കിട്ടും. കഴിഞ്ഞിട്ടില്ല, നമുക്ക് 4ൻ്റെ ഗുണിതമാണോ എന്നും കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സംഖ്യയിൽ 4ൻ്റെ ഗുണിതം ചെക്ക് ചെയ്യാനായിട്ട് 3924 എന്ന സംഖ്യയെ 4ൻ്റെ ഗുണിതമാണോ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കുക. ഈ 2 ഡിജിറ്റ്സ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ 4 കൊണ്ട് ഈ തന്നിരിക്കുന്ന സംഖ്യേനെ മൊത്തം ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആണല്ലോ, 24 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈം 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വിച്ച് ഇംപ്ലൈസ് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. പിന്നെ നമുക്ക് ഡി ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 7.52 + 4.05 ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 7.52 + 4.05 പോയിൻ്റ് കഴിഞ്ഞ് വരുന്ന സ്ഥാനങ്ങൾ നമ്മൾ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതണം. നമ്മൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ 5 2 7, 5 0 5. നെക്സ്റ്റ് പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നു. 7 4 11. 11.57 എന്നതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 0.0657 മൈനസ് 0.00657 തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് നമുക്ക് കാണേണ്ടത്. 0.0657. നെക്സ്റ്റ് 0.00657 ഇത് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു 0 ഇട്ട് കൊടുക്കുന്നു. രണ്ടും കൂടിയിട്ട് ബാലൻസ് ചെയ്ത് പോകാനായിട്ട്, ഇവിടെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി 0 ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ മൈനസ് ചെയ്യാണ്. 7 10 ആവാനായിട്ട് നമുക്കറിയാം 3 ആണ്. 7 ആവാനായിട്ട് 1, 6 15 ആവാനായിട്ട് 9, 1 6 ആവാനായിട്ട് 5, 0.0 0.0593 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 0.02 × 0.4 ×
0.1. അപ്പോൾ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഡെസിമലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഡെസിമലൊക്കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര ടൈം പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ആദ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിന് ശേഷം നമ്മൾ ഡെസിമൽ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2, 4, 1 2, 4, 1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2 × 4 × 1 ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, ലാസ്റ്റാണ് ഡെസിമലോട് കൊടുക്കുന്നത്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 2 8 എന്ന് കിട്ടും. ഓക്കെ, 8 നമ്മളെടുത്ത് എഴുതുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്, ആദ്യത്തെ ഇതിൽ 2 സ്ഥാനമാണ് കിടക്കുന്നത്, പിന്നത്തേൽ 1 സ്ഥാനം കിടക്കുന്നുണ്ട്, പിന്നത്തേൽ 1 സ്ഥാനം കിടക്കുന്നുണ്ട്. ടോട്ടൽ 4 സ്ഥാനമാണ് വേണ്ടത്. അപ്പോൾ ഡെസിമൽ ഇട്ട് നമുക്ക് കൊടുക്കാം പോയിൻറ്റ്, ഡെസിമൽ കഴിഞ്ഞിട്ട് 4 സ്ഥാനം വേണം, 1 സ്ഥാനം ഇവിടെ ഉണ്ട്, 0 0 0. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് ടോട്ടൽ നമുക്ക് 4 സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത തുക എക്കും ബിക്കുമായി 4:12 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആ തുകയുടെ എത്ര ഭാഗമായിരിക്കും ബിക്ക് ലഭിക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഒരു നിശ്ചിത തുക A/B എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 4:12 തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്നുകൂടി ചെറുതാക്കി എഴുതിക്കൂടെ, 4 ഇത് ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. അപ്പോൾ 1:3 എന്ന് നമുക്ക് ഇതിന് ചെറുതാക്കി എഴുതാം. ദെൻ നമുക്ക് കാണേണ്ടത് ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും ബിക്ക് ലഭിക്കുക. അപ്പോൾ ബിക്ക് ലഭിക്കുന്നതാണ് കാണേണ്ടത്. ടോട്ടൽ എന്ന് പറയുന്നത് 1:3 ആണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്, 1ഉം 3ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ ആകെ 4ആണ്. 4ൽ എത്ര ഭാഗമാണ് ബിക്കുള്ളത്, ബിക്കുള്ളത് 3 ഭാഗമാണ്. അപ്പോൾ മുകളിൽ 3 എഴുതുക. അപ്പോൾ 3/4 എന്നതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, 3 പേരുടെ ശരാശരി വയസ്സ് 13, ഇതിൽ 2 പേരുടെ ശരാശരി വയസ്സ് 14, മൂന്നാമൻ്റെ വയസ്സ് എത്ര? നമുക്ക് കാണേണ്ടത് മൂന്നാമൻ്റെ വയസ്സാണ് നമുക്ക് കാണേണ്ടത്. തന്നിരിക്കുന്ന കാര്യം എന്താണ്, 3 പേരുടെ ശരാശരി 13 ആണെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 13 × 3 എന്ന് പറയുന്നത് 3 പേരുടെ ആകെ വയസ്സ് നമുക്ക് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 3 39 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇതിൽ 2 പേരുടെ ശരാശരി 14 തന്നിട്ടുണ്ട്. അപ്പോൾ 2 പേരുടെ ടോട്ടൽ നമുക്ക് കിട്ടില്ലേ, 14 × 2 ആൻസർ 28 എന്ന് കിട്ടും. ഇനി ഒന്നുമില്ല, ഇത് രണ്ടും മൈനസ് ചെയ്യുക. മൂന്നാമൻ്റെ വയസ്സ് കിട്ടാനായിട്ട് ഈ കിട്ടിയിരിക്കുന്നത് രണ്ടും മൈനസ് ചെയ്യുക. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ 1 ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇത്രയേ ഉള്ളൂ. ടോട്ടൽ കാണുക, രണ്ടും കൂടിയിട്ട് ഡിഫറൻസ് കാണുക, കിട്ടുന്ന ആൻസർ ആയിരിക്കും നമുക്ക് മൂന്നാമൻ്റെ വയസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു വസ്തുവിന് 35%, 10% എന്നിങ്ങനെ തുടർച്ചയായി ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം 1170 രൂപയ്ക്ക് ഒരാൾ ഇത് വാങ്ങിയാൽ അതിൻ്റെ യഥാർത്ഥ വില എത്ര? ഓക്കെ, അപ്പോൾ ഒരു വസ്തുവിന് എത്രയോ ഒരു ഒറിജിനൽ പ്രൈസ് അതിന് എത്രയോ ഇട്ടിട്ടുണ്ട്, നമുക്കറിയില്ല. അപ്പോൾ നമ്മളതിന് എക്സ് എന്ന് വിളിക്കുകയാണ്, നമുക്കറിയില്ല, അതുകൊണ്ട് എക്സ് എന്ന് വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, 35%, 10% എന്നിങ്ങനെ തുടർച്ചയായി ഡിസ്കൗണ്ട് അനുവദിക്കുകയാണ്. ശേഷം അത് വിൽക്കുന്നത് അല്ലെങ്കിൽ ഒരാളത് വാങ്ങുന്നത് 1170 രൂപയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ വില, യഥാർത്ഥ വിലയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ആൻസറിലോട്ട് എത്താമെന്നുള്ളത് നോക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസിയസ്റ്റ് മെത്തേഡെങ്കിൽ അത് ഫോളോ ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ, നമുക്ക് ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2000 ആണ്. 2000 എടുക്കുവാണ്. ഒറിജിനൽ പ്രൈസ് നമ്മൾ 2000 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ 2000ൻ്റെ എത്രയാണ്, ഒരു വസ്തുവിന് 35ഉം 10%മാണ് തുടർച്ചയായിട്ട് ഡിസ്കൗണ്ട് കുറയ്ക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറവാണ്, ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 35% കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ 35% കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 135ഉം, 35% കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൽ നിന്നും 35 കുറയ്ക്കുമ്പോൾ 65. ഇങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അതായത് 100നെ ബേസാക്കി വെച്ചുകൊണ്ട് എന്താണ് തന്നിരിക്കുന്നത്. അപ്പോൾ 10% കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110%, 110 എന്നും 10% കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 എന്നാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, കുറയാണ് ചെയ്യുന്നത് അല്ലേ. 35% എന്ന് പറയുമ്പോൾ 35% കുറയുന്നു എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 65% എടുക്കുന്നത്. ഓക്കെ, ബാക്കി എത്രയുണ്ട്, 65% ഉണ്ട്. ഇൻറ്റു വീണ്ടും എന്താണ് 10% ഡിസ്കൗണ്ട് കുറയ്ക്കുകയാണ്.
അപ്പോൾ ഇതിൽ വീണ്ടും 10% കുറയ്ക്കുന്നു പറയുമ്പോൾ 90%ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒറിജിനൽ പ്രൈസ് 2000 എന്നെടുത്തു. അപ്പോൾ 2000-ൽ ആദ്യം 35% കുറച്ചു, അതായത് 2000-ൻ്റെ 65% ഇൻറ്റു പിന്നെ 10% കുറയ്ക്കുന്നു, അതായത് അതിൻ്റെ 90%. എല്ലാം കൂടിയിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1170 എന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഈ എടുത്ത ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1170 രൂപ കിട്ടുന്നുണ്ടോ നോക്കാം. ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യുക. 0 ക്യാൻസൽ ചെയ്തു, ഈ 0 ക്യാൻസൽ ചെയ്തു. ഇനി ഇതെല്ലാം കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 9 × 2 18, 18 × 65 നമുക്ക് കാണാം. പതിനെട്ട് × 65 കാണുമ്പോൾ 8 40, ശിഷ്ടം 4, 1 5 4 9, 48, ശിഷ്ടം 4, 1 6 6 4 10. ഇത് ആഡ് ചെയ്യുമ്പോൾ 0 8 9 17, ശിഷ്ടം 1 ബാക്കി 1, 1170 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ തന്നെയാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഒന്നുമില്ല, ഓരോ ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് 30 km/മണിക്കൂർ വേഗത്തിലും തിരികെ ഓഫീസിൽ നിന്നും 20 km/മണിക്കൂർ വേഗത്തിലും സഞ്ചരിക്കാൻ ആകെ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര? ഇവിടെ തന്നിരിക്കുന്നത് വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് 30 km/മണിക്കൂർ, തിരികെ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് 20 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കാണേണ്ട എന്താണ്? ശരാശരി വേഗത കാണണം. ശരാശരി വേഗത, അതായത് 2 ദൂരമാണ് തന്നിരിക്കുന്നത്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. അപ്പോൾ ഇവിടെ ശരാശരി വേഗത നമുക്ക് കാണണം. ശരാശരി വേഗത കാണാനായിട്ട് നമുക്കറിയാം, ഫോർമുല പഠിച്ചിട്ടുണ്ട്, 2xy / x + y എന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. x എന്ന് പറയുന്നത് ആദ്യത്തെ വേഗതയാണ്, 2 × 30. നെക്സ്റ്റ് വേഗത എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 20 + 30, ഇത് ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടും 2 × 30 × 20 ഡിവൈഡഡ് ബൈ 50. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ 0യും 0യും ക്യാൻസൽ ചെയ്യും. 60 × 2 120 ഡിവൈഡഡ് ബൈ 5, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 4 24 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 24 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? സ്പീഡാണ്, 24 km/h. നമുക്ക് ശരാശരി വേഗത എന്ന് പറയുന്നത് ഇപ്പോൾ 24 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ശരാശരി വേഗത എന്ന് പറയുന്നത് 24 km/h നമുക്ക് കിട്ടി. ഇത് സ്പീഡാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് കാണേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് 5 മണിക്കൂറാണ് ടോട്ടൽ എടുത്തത്. 5 മണിക്കൂർ ടോട്ടൽ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗത്തേക്ക് എത്രയാണ്? 5/2 മണിക്കൂർ, പകുതിയാണ് അല്ലേ? അപ്പോൾ 5/2 മണിക്കൂറാണ്. അങ്ങനെയാണ് നമുക്ക് കാണേണ്ടത്. ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിൻ്റെ ഫോർമുല നമുക്കറിയാം, സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഇവിടെ സ്പീഡ് നമുക്ക് 24 എന്ന് കിട്ടി, 24 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 5/2 അപ്പോൾ 5/2, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 12 × 5 എന്ന് പറയുന്നത് 60 കിലോമീറ്റർ എന്ന് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു നിശ്ചിത വസ്തു 8:2 എന്ന അനുപാതത്തിൽ വിഭജിക്കുമ്പോൾ എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക? ഒരു നിശ്ചിത വസ്തു 8:2 എന്ന അനുപാതത്തിലാണ് ഒരു നിശ്ചിത വസ്തു വിഭജിക്കുന്നത്. അപ്പോൾ എ ഇതും ബി ഇതായിട്ട് എടുത്തു. നമുക്ക് കിട്ടുന്നത് നോക്കേണ്ടത് എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക. അപ്പോൾ 8:2 നമുക്കൊന്ന് ജസ്റ്റ് ചെറുതാക്കി എഴുതാം. 2ൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 4:1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 4:1 എന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എക്ക് ബിയേക്കാൾ എത്ര ഭാഗം കൂടുതൽ കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണേണ്ടത് 4 - 1 തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കാണുന്നു. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 4 + 1 5. ഓക്കെ, 4ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 3/5. ഇതാണ് നമ്മുടെ ആൻസർ. അതായത് എക്ക് ബിയേക്കാൾ എത്ര ഭാഗം കൂടുതൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന റേഷ്യോൻ്റെ ഡിഫറൻസ് കാണുക, ഡിവൈഡഡ് ബൈ ആകെ എത്രയുണ്ടെന്നുള്ളത് നോക്കുക. അപ്പോൾ 3/5 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം എ എന്നാൽ മൈനസ്, ബി എന്നാൽ പ്ലസ്, സി എന്നാൽ ഡിവിഷൻ, ഡി എന്നാൽ ഇൻറ്റു ആയാൽ ഈ തന്നിരിക്കുന്നതിൻ്റെ വാല്യൂ നമുക്ക് കാണണം. അപ്പോൾ തന്നിരിക്കുന്നൊന്ന് എടുത്തെഴുതാം. 20. സിക്ക് പകരം എന്താണ്? ഡിവിഷനാണ്. പിന്നെ 5 ആണ്.
പിന്നെ എക്ക് മൈനസ് ആണ്, പിന്നെ 3 കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് പ്ലസ് ആണ്, പിന്നെ 4 ആണ്, പിന്നെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ആണ്, പിന്നെ 2. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്താണെന്നുള്ളത് കാണണം. ഓക്കെ, ആദ്യം നമ്മൾ കാണുന്നത് ബോർഡ് മാസ് റൂൾ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ബോർഡ് മാസിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡിവിഷൻ കാണുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും, -3 പ്ലസ് 4 × 2. ഇനി നമുക്ക് ബോർഡ് മാസ് വെച്ചിട്ട് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ 4 × 2 കാണുന്നു, 4 - 3 പ്ലസ് 8. നെക്സ്റ്റ് കണ്ടത് 4 - 3 എന്ന് പറയുന്നത് 1 പ്ലസ് 8 9. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 4 * 8 = 6. 6 അല്ല, ഇവിടെ 16 ആണ്, പ്രിൻറ്റിങ് എററാണ്. നെക്സ്റ്റ് 5 * 4 = 10. 7 * 6 = 21 എങ്കിൽ 4 * 9 = എത്ര എന്നുള്ളത് കാണണം. ഇവിടെ 4 * 8 എത്രയാണ്? 16 ആണ് കേട്ടോ. ഇതെങ്ങനെ 16 കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. 8 × 4 എന്ന് പറയുന്നത് 32. 32ൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ നമുക്ക് 16 കിട്ടുന്നുണ്ട്. ഇനി 5 * 4 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടി? 10 കിട്ടിയെന്ന് നമുക്ക് നോക്കാം. 5 × 4 20 ആണ്, 20ൻ്റെ പകുതിയാണ് 10. നെക്സ്റ്റ് 7 * 6 എന്ന് പറയുന്നത് 21 ആണ്, അതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. 7 * 6 21. 6 × 7 42. 42ൻ്റെ പകുതിയാണ് 21. അപ്പോൾ ഇതേ കാര്യം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. 4 * 9 എന്നുള്ളത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 × 9 കാണുന്നു 36. 36ൻ്റെ പകുതി നമ്മൾ കാണുമ്പോൾ നമുക്ക് 18 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡെയിലി ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാക്സിമം എക്സാമിന് മുൻപ് ഇത്രയും ക്വസ്റ്റ്യൻസ് മാക്സിമം തന്നെ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.